ഓ ഹായ്. എല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യയിൽ HMPV എത്തി എന്നുള്ളത്. സോ HMPV എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമൊന്നുമല്ല. HMPV നമ്മൾ 2001 കണ്ടുപിടിച്ച ഒരു വൈറസാണ്. പാരാമിക്സോവിരിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ പെട്ട ഒരു വൈറസാണ്. ഇത് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് പോലെയുള്ള ഒരു വൈറസാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അല്ലെങ്കിൽ മൊത്തം പേര്. HMPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ്. ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആണ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിലും അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാരിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങളുള്ള ആൾക്കാരിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സഡൻലി വിന്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ തണുപ്പ് കാലം ആയതുകൊണ്ട് അതിൻ്റെ കേസുകളുടെ എണ്ണം കൂടി എന്നുള്ളതല്ലാതെ ഇതൊരു പുതിയ വൈറസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ അസുഖം ആരെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കോവിഡ് വരുന്നത് പോലെ വന്ന് ആരെ എപ്പോൾ വേണമെങ്കിലും ബാധിക്കാമെന്നുള്ളതല്ല. HMPV ഒരിക്കൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെതിരെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ബാധിക്കുന്നവർ, അതായത് കുഞ്ഞുങ്ങൾ, ഇതിനു മുന്നേ ഈ അസുഖം വരാത്തവർക്ക് ഈ അസുഖം വളരെ ഗുരുതരമായ രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ പിന്നെ ആരാണ്? പിന്നെ 60 അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. അപ്പം നമ്മൾ കോവിഡിന്റെ കേസിൽ അന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ അന്ന് പരിചരിച്ചിരുന്ന ആൾക്കാരെല്ലാവരും, റിസ്ക് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പോഴും റിസ്കിൽ തന്നെ ഉള്ളവരാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിക്കോഷൻസ് എടുക്കണം. പക്ഷെ ഇതൊരു പുതിയ രോഗമല്ല, ഇതൊരു സീസണൽ രോഗമാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞുകാലം അല്ലെങ്കിൽ ഒരു തണുപ്പ് കാലം മാറുന്നതോടുകൂടി ഈ ഒരു അസുഖം മാറുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം എന്തുമാത്രം അസുഖങ്ങൾ ശരാശരി നമുക്ക് ഒരു സീസണൽ അല്ലെങ്കിൽ വിന്റർ സീസണിൽ വരുന്ന റെസ്പിറേറ്ററി ട്രാക്ട് ഇൽനെസ്സുകളിൽ കുട്ടികളിൽ വരുന്ന റെസ്പിറേറ്ററി ഇൽനെസ്സസിൽ ഒരു 10-12% കേസുകളും എല്ലാ വർഷവും HMPV ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്ന ഇതുവരെയുള്ള 2024 വരെയുള്ള കണക്കുകൾ വെച്ച് CDCയും ക്ലീവ്ലൻഡ് ക്ലിനിക്കും ഒക്കെ പറയുന്നത്. അപ്പം ഇതൊരു വലിയ മാരകമായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ 2020 വീണ്ടും ആയിട്ട് മാറുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് നോട്ട് സംതിങ് ലൈക്ക് SARS-CoV. ദിസ് ഇസ് നോട്ട് സംതിങ് ലൈക്ക് നമുക്ക് HMPVയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചുമ, പനി, ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ശ്വാസതടസ്സം, തൊണ്ടവേദന, അതുപോലെ തന്നെ ദേഹത്ത് റാഷസ് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ HMPVയുടെ സിംറ്റംസ് ആയിട്ട് ഇപ്പോൾ ക്ലീവ്ലൻഡ് ക്ലിനിക്ക് പറയുന്നത്. നമുക്ക് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് CDCയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് നമ്മൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോക്കാതിരിക്കുക. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ, ഒത്തിരി മുതിർന്ന ആൾക്കാർ, പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളത്, അതായത് ആസ്മ അല്ലെങ്കിൽ COPD അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാരുള്ളവർ മാസ്ക് വെക്കുക, കൈ കഴുകുക, സെയിം പ്രോട്ടോകോളാണ് കോവിഡ് വന്ന സമയത്ത് നമ്മൾ പാലിച്ചിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പാലിക്കേണ്ടത്. ഇനി ഈ അസുഖം എങ്ങനെയാണ് പടരുന്നതെന്നുള്ളത്, നമ്മൾ കോവിഡിനെ പോലെ തന്നെയാണ് ഇതും പടരുന്നത്. ബേസിക്കലി ഇതൊരു വൈറസ് ആണ്. ഇത് എയർബോൺ പാത്തജൻ ആണ്. സോ അസുഖം ബാധിച്ച ഒരാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തിട്ട് അയാളെ ടച്ച് ചെയ്യുന്ന സർഫസസ് വഴി ഈ വൈറസ് പടരാം. അതുപോലെ തന്നെ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ചുറ്റും ഉള്ള എയറിൽ കൂടെ ഇത് പടരാം. പിന്നെ അസുഖം ബാധിച്ച ആളുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി പടരാം. പിന്നെ എന്താണ്, ഒരുപാട് ആൾക്കാർ ടച്ച് ചെയ്യുന്ന സർഫസസ് ടച്ച് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ പബ്ലിക് ഹാൻഡിൽസ്, കീബോർഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ ടച്ച് ചെയ്യുന്നത് വഴി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സെയിം പ്രോട്ടോകോൾ തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് പഠിച്ച ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യവും, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക എന്നുള്ള ആ പേഴ്സണൽ ഹൈജീൻ റുട്ടീൻ, പിന്നെ ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാസ്ക്. സോ ബി സേഫ്. എങ്ങനെ ഈ അസുഖം ഉണ്ട് എന്ന് കൺഫേം ചെയ്യാം? സോ കോവിഡ് പോലെ തന്നെ RT-PCR, PCR ആണ് ടെസ്റ്റ്. ഓൾസോ കോവിഡ് പോലെ
ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ് വി ഡിഡ്ന്റ് ഹാവ് എ വാക്സിൻ. ഇവിടെയും നമുക്ക് വാക്സിൻ ഇല്ല. ബിക്കോസ് ഇതൊരു വലിയ അസുഖമല്ല. ഇത് വന്ന് സാധാരണ അതിൽ ഒരു 5 ദിവസത്തിനകത്ത് തനിയെ മാറുന്ന ഒരു അസുഖമാണ്.